ഏട്ടാ എങ്ങനെയാ ഈ പേപ്പർ വെച്ച് പടക്കം ഉണ്ടാക്കുന്നത്? കടലാസ് പടക്കം സത്യമായിട്ട് അറിയത്തില്ല. കാര്യമായിട്ട് അറിയാ എങ്ങനെയാണ് അറിയാത്ത എല്ലാവർക്കും വേണ്ടി എങ്ങനെയാണ് കടലാസ് പടക്കം ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് വെളിച്ചം ഉണ്ടാക്കുമോ? എന്തോ അതിന് വേണ്ടത്? ഇതിന് മെയിനായിട്ട് ആദ്യം വേണ്ടത് കടലാസ്. ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ബുക്ക് എടുക്കുക, ഇങ്ങനെ പേപ്പർ എടുക്കുക, അയ്യോ കുഴപ്പമില്ല, ഇത് ശരിക്കും ലെവലിൽ കയറണോ? കുഴപ്പമില്ല, ഇത് ചൊപ്പിക്കാം. ശ്രദ്ധിക്കാണ് നീളത്തിലായിരിക്കും, വലിയ പടക്കായിരിക്കും. സൗണ്ട് അതിഭയാനകമായിരിക്കും. നിങ്ങൾ അസോസിയേഷനിലോ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ താമസിക്കുന്നെങ്കിൽ ഇത് ശ്രമിക്കരുത്. അസോസിയേഷനോ ചിലപ്പോൾ റെസിഡൻസുകാർ ഇറക്കി വിടും. സ്റ്റാറ്റ്യൂട്ടറി ആണ്. ഇങ്ങനെ കണ്ടല്ലോ അല്ലേ, ഇങ്ങനെ മടക്കുക ഒരു സൈഡ്. ഇത് മടക്കിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് ഇക്വിലിബ്രിയം. ഫിസിക്സ് അറിയാവുന്നവർക്ക് ഇത് പറ്റത്തുള്ളൂ. ഇക്വിലിബ്രിയം ഓഫ് ദ വൈബ്രേഷൻ ഓഫ് ദ പേപ്പർ ശ്രദ്ധിക്കണം. ഇങ്ങനെ മടക്കി കാണിക്കാൻ പറയുന്നവരും. എന്നിട്ട് ഇത് സെന്റർ അറിയാം, മാക്സ് സർക്കിളിന്റെ സെന്റർ പോലെ സൗണ്ട് വല്ല കേട്ടില്ലെങ്കിലാ ഈ പേപ്പറിന്റെ സെന്റർ ഇങ്ങനെ മടക്കുക. ഒന്നുകൂടെ കാണിക്കാൻ മടക്കി. ഇത് ഇനിയത്തെ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. ആരും വീഡിയോ ഒഴിവാക്കി എങ്ങോട്ട് പോകരുത്. വെരി വെരി ഫോക്കസ്. ഇങ്ങനെ പിടിക്കുക, ഈ കേജ് ഇങ്ങനെ അകത്തേക്ക്, ഈ ഒരു പേപ്പർ അകത്തേക്ക് കൊണ്ടുവരിക. ശ്രദ്ധിക്കുക, അകത്തേക്ക് സൗണ്ട് കേട്ടില്ലെങ്കിൽ പഠിക്കണം. ഈ ഒരു ആംഗിളിൽ പിടിക്കുക. അതായത് ഒരു പകുതി എ പോലെ തോന്നും, റോക്കറ്റ് പോലെ തോന്നിക്കുന്നു. പക്ഷെ റോക്കറ്റും അല്ല എയും അല്ല. ഇതാണ് പടക്കം, പേപ്പർ പടക്കം. പിടിച്ചിട്ടുണ്ട് ഈ ഒരു ആംഗിൾ. നമ്മുടെ ശക്തി ഫുൾ നമ്മളുടെ കയ്യിലേക്ക് ആവാഹിക്കണം. ബ്രീത്തിങ് ശരിയാ. ആരും പിടിക്കണ്ട. അച്ഛന്റെ കോൺസെൻട്രേഷൻ കളയാൻ അച്ഛൻ പടക്കം പൊട്ടിക്കാൻ പോവാ. ഇങ്ങനൊന്നും അല്ലടാ. സൗണ്ട് ശരിയായില്ല, പക്ഷെ അത് ശ്രമിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് റിവേഴ്സും ചെയ്യാം. ഇതിപ്പോ നമ്മള് കുറച്ചുകൂടി നല്ല എഫക്റ്റീവ് ആക്കാം. We will do it reverse order. Okay? ഇത് ശരിയാക്കണം. ഇതിന്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കാം. സോറി, വിട്ട് ഒന്ന് കുറയ്ക്കാം. ഒന്നുകൂടി ശരിയാക്കാം. സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോയാ മതി. നിസ്സാരം. ഇത് കുറയുന്നതനുസരിച്ച് എന്ത് മനസ്സിലായി? അടിപൊളി 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 അടിപൊളി. അപ്പൊ ഏട്ടൻ തമാശ പറഞ്ഞല്ലേ? ഇതൊക്കെ പണ്ട് പാവങ്ങളുടെ പടക്കം ഇതൊക്കെയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് മറ്റേ ഗർഭം കലക്കിയും മറ്റേ അമിട്ട് കുലുക്കിയൊക്കെയാണ് വേണ്ടത്. ഇതൊക്കെയാണ് പാവങ്ങളുടെ പടക്കം. പാവങ്ങളുടെ പടക്കം. പണ്ട് പടക്കം ചോദിച്ച് കരഞ്ഞിരുന്ന എന്നെ എന്റെ ചേട്ടനെയും ഞങ്ങളുടെ അമ്മ കടലാസിൽ പടക്കമുണ്ടി ഉറക്കുമായിരുന്നു. അപ്പൊ ഈ ഒരു പടക്കത്തോടു കൂടി ഈ ഒരു വീഡിയോയ്ക്ക് അവസാനം കുറിക്കുന്നു. താല്പര്യമുള്ളവർക്ക് താഴെ വന്ന് തെറിവിളികൾ കമന്റിലിടാം. താങ്ക് യു, ബൈ ബൈ.